മീന മീന വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം കൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കലികാലം കണ്ടാലൊരു കോലം ഇടിവെട്ടി തിളങ്ങണ നേരം ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ അയ്യോ വെറും പാവം ഇവൻ എമ്മൈറ്റി മൂസ ഇവൻ എമ്മൈറ്റി മൂസ ഇവൻ എമ്മൈറ്റി മൂസ വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം പൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കലികാലം അരവയർ നിറക്കാൻ കുടുകുടു ശകടം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല ഒരു മുഴനാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടി തപ്പും അതിശയൻ എമ്മൈറ്റി മൂസ ഇവൻ എമ്മൈറ്റി മൂസ 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 പാത്തുമാന്റെ ടവലിങ് എടുത്ത ഖത്തറിൽ നിന്നും കത്തൊന്ന് വന്ന് കത്ത് കിട്ടി പാത്തുമ്മ മിച്ചങ്ങ് നിന്ന് തച്ചങ്ങ് നിന്ന് മിച്ചങ്ങ് നിന്ന് എത്തറിയാത്തൊരു പാത്തുമാ മാണ്ടേ മാണ്ടേ എന്റെ 13ാമത്തെ വയസ്സ് മുതൽ ഞാൻ നിങ്ങളോട് പറയുന്ന പാത്തുവോ പാത്തുമ്മേന്നൊന്ന് വിളിക്കരുതെന്ന്. എന്റെ പേര് ഫാത്തിമ. രണ്ടും ഒന്ന് തന്നെയാണ് എന്റെ ഹിമാറേ. എടി ചായപ്പീടി നടത്തുന്ന ജോസഫ് ഏട്ടനെ നമ്മൾ എന്താ വിളിക്കല്? ഔസേപ്പേട്ടാണ്. മുപ്പര് വിളിയേക്കല്ലേ? അല്ലെങ്കിൽ പാത്തുമ്മ എന്നുള്ള പേരിന് എന്താ കുഴപ്പോ? ബഷീർ പാത്തുമ്മാന്റെ ആട് എഴുതിയതിനു ശേഷം ഈ ലോകം മുഴുവൻ ഫേമസ് ആയില്ലേ? ഏത് ബഷീർ? ചാൽപ്രാൽ അയ്മൂട്ടിക്കാന്റെ മോൻ ബഷീറോ? ഓനെ പറ്റി കഥ എഴുതി നമ്മൾ അറിഞ്ഞില്ല? മോയിക്കലോട് എന്റെ അമ്മോൻ കരീം എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. എടി ബേപ്പൂർ സുൽത്താൻ. അതേതാ ബേപ്പൂർ? നമ്മൾ അറിയാത്തൊരു സുൽത്താൻ. എടി വൈക്കം മുഹമ്മദ് ബഷീർ പുസ്തകം കടിച്ചിരുന്ന ആടിന്റെ കഥ എഴുതിയില്ലേ മൂപ്പര്? ആർക്കറിയാ? എടി പാത്തുമ്മന്റെ ആട്. നിങ്ങൾ കണ്ട ആടിന്റെ പട്ടീന്റെ കഥ പറയാണ്ട് പോയി മീൻ വെക്കാൻ നോക്കിയേ. ഇക്കാത്ത പണിയുണ്ട്. എന്റെ പടച്ചോനെ, കഥയില്ലാത്തൊരു പെണ്ണിനായി പോലെ നമ്മൾ കെട്ടിയത്. തരിച്ചങ്ങ് നിന്ന് മീച്ചങ്ങ് നിന്ന് എത്തറിയാത്തൊരു പെണ്ണ്. നിങ്ങളെ പാട്ട് ഞാൻ കേട്ടില്ലാന്ന് വിചാരിക്കല്ലേ? ഇജ്ജ് കേക്കാൻ വേണ്ടിട്ട് തന്നെയാണല്ലോ നമ്മൾ പാടിയേ. കാക്ക പാടുന്നോലെങ്കിൽ നിങ്ങളൊന്ന് പാടി. ഓ അന്റത് പിന്നെ കുയില്ലതാണല്ലോ. എടി ചെമ്പുരുളിൽ കല്ല് വീണ ഒച്ചല്ലടി അന്റെ. ഇങ്ങനെ കടിപിടിയാണല്ലോ. കടിപിടി കൂടാണ്ട് നിങ്ങൾക്കൊന്ന് ഡൈവേഴ്സ് ചെയ്തൂടെ? അയ്യേ എന്തത്തെ മോള് പറയുന്നത്? കുട്ടികളിപ്പോ ഇന്റർനെറ്റ് മൊബൈലൊക്കെ നോക്കിട്ടേ എന്താ എവിടെയാ പറയണ്ടെന്നൊന്നും അറിയില്ല. ഇങ്ങോട്ട് നോക്കി. ഈ ഡൈവേഴ്സ് ചെയ്യാറുണ്ട് എന്തേറ്റാ മുയ്യല്ലേ? അതിനി ഞാൻ വിചാരിച്ച് മൂത്താപ്പ വരുന്നുണ്ട് സൗദിന്ന്. ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. പഠിച്ചോനെ, എത്ര കാലായി ഓനെ കണ്ടിട്ട്. എന്നാലും ഓനൊന്ന് വരാൻ തോന്നിയല്ലോ. ഓനൊരു അനിയനായിട്ടല്ല പത്തുന്നെ നോക്കി, സ്വന്തം മോനെ പോലെയാ. അന്ന് നമ്മളെ പെരേൻ്റെ അടുത്തൊരു തോടുണ്ട്. ഈ തോട്ടിൽ മഴക്കാലത്ത് വെള്ളം നിറയും. ഈ വെള്ളത്തിൽ നമ്മൾ പരമീൻ പിടിക്കാൻ പോകും. നമ്മൾ രണ്ടാളും കൂടി. നല്ല ഒഴുക്കുള്ള സമയമാണ്. ബൈക്കിൽ വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഒഴുകിപ്പോയി. ഓൻ്റെ ഉശിരുണ്ട് ഒന്നുകൊണ്ട് മാത്രാ എന്നെ പിടിച്ച് കരക്കെത്തിച്ചോ. അന്ന് അങ്ങോട്ട് ഒളിച്ചു പോയാ മതിയേനു. എന്നാ ബാക്കിയുള്ളോ നീ വിധി വരൂലേ? എടി അന്റെ വിധിക്ക് എന്താണ്ടി ഒരു കുഴപ്പോ? എടി മീൻ വിറ്റിട്ട് രാജകുമാരനെ പോലെയല്ലേ അന്നെ നമ്മൾ നോക്കണേ? അന്യ നാട്ടിൽപ്പെട്ട് അന്നെ നമ്മളിവിടെ കഷ്ടപ്പെടുത്തിയോ? മൂത്താപ്പന്റെ മുഖം തന്നെ ഞാൻ മറന്നു. സൗദി പോട്ടോ കൂടും കുടുംബമൊക്കെ മറന്നുണ്ടാവുന്ന നമ്മൾ വിചാരിച്ച്. എന്തായാലും ഒന്ന് വരാൻ തോന്നില്ലോ. ഞമ്മക്ക് സന്തോഷമായിരിക്കും. അങ്ങനെ വല്ലാണ്ട് അങ്ങ് സന്തോഷിക്കല്ലേ. 4 അണ കയ്യില്ലാണ്ടായിരിക്കും ചിലപ്പോ വരുന്നത്. പിന്നെ നിങ്ങൾ എന്നെ പോറ്റേണ്ടി വരും. ആ ഒന്നല്ല,
ഓനടെ നല്ല പണിയാന്നാ ഞമ്മള് കേട്ട്. നോക്ക് പാത്തോ, നിന്റെ കുടുംബക്കാരെ പറ്റി പറയുമ്പോ എനിക്ക് വല്ലാത്തൊരു താഴ്ത്തി കെട്ടല. അത് വേണ്ട. മൂത്താപ്പ വരുമ്പോ ഒരു 70 ക്യാമറ കൊണ്ടുവരാൻ പറഞ്ഞു. എന്തിനാണ്ടാക്കും ഒന്നിരണ്ടങ്ക്? എനിക്കൊരു ന്യൂ ജനറേഷൻ സിനിമ പിടിക്കാനാ. എന്താ എന്റെ സിനിമന്റെ കഥ ഒന്ന് കേക്കട്ടെ. ഫസ്റ്റ് ഷോട്ട് ഉപ്പാന്റെ MIT ഒരു കാർ വന്നിടിക്കുന്നു. ഉമാ എന്റെ കോൺസെൻട്രേഷൻ മാറിക്കോൻ പറയട്ടെ. കാറിലുള്ള 4 പേർക്ക് പരിക്ക് പറ്റുന്നു. കാൽനട യാത്രക്കാരൻ ഓൺ ദ സ്പോട്ട് മരിക്കുന്നു. ഇവരിൽ ഓരോരുത്തർക്കും ഓരോരോ ജീവിതം അവർ ലിങ്ക് ചെയ്യുന്ന ഒന്നാണ് ഈ ആക്സിഡന്റ്. ഓരോരുത്തരുടെയും ലൈഫ് നമ്മൾ സ്ക്രീനിൽ നെടുകെ കീറി കാണിക്കും. അപ്പൊ ഞമ്മക്കൊന്നും പറ്റിയില്ല. ഇല്ല, പക്ഷേ വണ്ടി 4 കഷ്ണായി. തൊട്ടാൽ ഒടിഞ്ഞു പോണ നമ്മൾ MIT വണ്ടിയിൽ ഒരു കാറ് വന്ന് ഇടിച്ചിട്ട് അതിലുള്ള 4 ആൾക്കാർക്ക് പരിക്ക്. നടന്നു പോണ മയ്യത്തായി. വണ്ടി 4 കഷ്ണായിട്ടും നമ്മൾ മരം പോലെ ഇങ്ങനെ നിക്കണ്. അപ്പൊ ഇതാണ് എന്റെ സിനിമന്റെ കഥ അല്ലേ? ഇനി ഇമ്മാരി കഥയേറ്റിന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ തൊണ്ട തൊടാതെ ഇറക്കാൻ പറ്റാത്ത ഒരു കഥയായിട്ട് പോന്നോളയും. അത് പോടാ. ഓന്റെ ഒരു ന്യൂ ജനറേഷൻ സിനിമ. എന്തേ മൂത്താപ്പ വന്ന എനിക്കൊരു വെയിങ് മെഷീൻ വാങ്ങിച്ചിരാൻ പറയോ? ഇനിയിപ്പോൾ തുന്നൽപ്പണിക്ക് പോവുക? പോയൂടട്ടെ, ഒരു കൈത്തൊയിലല്ലേ. അതല്ലപ്പാ, വെയിങ് മെഷീൻ, തൂക്കം നോക്കാനുള്ള മെഷീൻ. ത്ലാസായിനു ഒന്ന് വാങ്ങിക്കൊടുക്കുക. ഉമ്മ തുലാസ് അല്ല, അതിന്റെ മുകളിൽ കേറിന്ന തൂക്കറിയാം. എനിക്കൊന്ന് മെലിയണം. അല്ല മോളെ, ഈ മിസ്സിന്റെ മേലെ കയറുന്ന മെലിയൂ. ഈ ഉപ്പാനെ കൊണ്ട് ഞാൻ തോറ്റു. ഭക്ഷണം കഴിച്ചിട്ട് തൂക്കം കൂടുന്നുണ്ടോ ദിവസം അറിയാനുള്ള മെഷീനാ. എനിക്ക് കത്രീനെ പോലെ ആവണം. കണ്ടോ, കത്രിക പോലെ ആവണം നോൾക്ക്. ദാ അങ്ങനെ മെലിഞ്ഞുണങ്ങി കത്രിക പോലെ. നിങ്ങൾ പേശൻ ചാനലൊന്നും കാണില്ല, തുണിയില്ലാത്ത പെണ്ണുങ്ങൾ ഇങ്ങനെ നടക്കണേ. അതല്ല, കത്രീന കൈഫ് ഹിന്ദി നടിയാ. മലയാളത്തിലുള്ള നോക്ക് പറ്റൂല. ഓളെ എന്നത് കെട്ടുന്നിട്ടേ എന്റെ സമയം പോയിക്കണ്. അപ്പൊ അംസൊക്കെ വന്നാലേ അതോ ഞാൻ മീൻ വിറ്റിട്ടും കൊണ്ട് വരുന്ന പറഞ്ഞാൽ കേട്ടോ. എടി, മൂത്താപ്പ വന്ന സാംസങ് മൊബൈൽ വാങ്ങിക്കും, പിന്നെ വെയിങ് മെഷീനും വാങ്ങി സ്ലിം ബ്യൂട്ടി ആവണം. റിസ്വാന്റെ പോസ് കണ്ടു മടുത്തും. എനിക്കും വേണൊരു ലാപ്ടോപ്പ്. ഉമ്മ, ഒരു പിച്ചക്കാരൻ വന്നിരിക്കുന്നു. പിച്ചക്കാരനോ? മോളെ, മീൻകാരൻ മൂസന്റെ വീട് തന്നെയല്ലേ? തയ്യുള്ളപ്പറമ്പിൽ മൂസ എന്ന് എന്റെ ഉപ്പാന്റെ പേര്. വീട് ഇത് തന്നെ. തയ്യുള്ളപ്പറമ്പിൽ അംസയാണ് മോളെ ഞാൻ. മോളെ മൂത്താപ്പ, മോള് കുഞ്ഞായിരിക്കുന്ന കാലത്ത് പോയതാ ഗൾഫില്. പോയടി പോയി. എന്ത് പവനായി ശവമായി. ഓ, ഗാലക്സിയും പോയി, വെയിങ് മെഷീനും പോയി. ഉമ്മ, ദേ മൂത്താപ്പ. ഹലോ, നിങ്ങൾ പൈസ ഉണ്ടാക്കുന്ന തിരക്കിലെല്ലാം കൂടി കരിഞ്ഞുണെങ്കിൽ അപ്പം പോലെ ആയിപ്പോയല്ലോ. ഉണ്ടല്ലോ, എനിക്ക് സിനിമ പിടിക്കാൻ ക്യാമറ വാങ്ങണ്ടേ? ചോദിക്കെന്റെ മൂത്താപ്പനോട്. ദാ ഈ ബാഗ് നിറച്ച് സ്വർണ്ണ ബിസ്ക്കറ്റും റിയാലുവാ. ചോദിക്കേ, സൗദിന്ന് വന്നല്ലേ. നിതാകത്താ മോനെ, മൂത്താപ്പനെ പറഞ്ഞു വിട്ടതാ ഗൾഫ്. എന്താണ് മൂത്താപ്പ നിതാകത്തെന്ന് പറഞ്ഞാല്? അതൊരു തരം തരംതിരിക്കല. സൗദിയിൽ കൊറേ ഉണ്ടല്ലോ അന്യ നാട്ടുകാര്. എല്ലാ പണിയും നമ്മളെടുത്താല് അവിടെ ഉള്ളവർക്ക് പണി ഉണ്ടാവില്ല. അതുകൊണ്ട് സർക്കാർ ഉണ്ടാക്കിയ നയമാണത്. അപ്പോൾ അത് കേരളത്തിലും വരില്ലേ മൂത്താപ്പ? നമ്മുടെ നാടും ഗൾഫ് പോലെ ആകുമ്പോല്ലേ അന്യ നാട്ടുകാരിൽ ഇവിടെ പണിയെടുക്കുന്നവർ മുഴുവനും? ആണും പോലല്ല, ചെക്കന് നല്ല ബുദ്ധിയുണ്ട് കേട്ടോ. ഓനല്ലെങ്കിൽ ഇന്നെ പോലെയാ, നല്ല ബുദ്ധിയാ. ഉമ്മാന്റെ ഗ്ലാമറും അതുപോലെ തന്നെ കിട്ടി. അത് ഓന് കിട്ടിയിട്ടില്ല മോളെ. ഈ ഓന്റെ മൊത്തം ശരിക്കും ഒന്ന് നോക്ക്. ഓന്റെ ഉപ്പാനെ പോലെയല്ലേ. എന്റെ പവർ മുഴുവൻ കിട്ടിയ അണക്കല്ലേ മഞ്ചത്തിയെ. നിതാകത്തിൽ ഞാനൊരു ന്യൂ ജനറേഷൻ സിനിമ കഥക്കുള്ള സ്കോപ്പ് കാണുന്നു. ആണോ? ഒരു ഫ്യൂച്ചറിസ്റ്റിക് സിനിമ. അന്യ നാട്ടുകാർ ജോലി കൈയടക്കി വെച്ചിരിക്കുന്ന കേരളം. ഈ നാട്ടുകാരനായ എന്നെ പോലുള്ള ഒരു യുവാവ് തൊഴിൽ രഹിതൻ. 1 ലക്ഷം രൂപ വൈകിട്ട് 5 മണിക്കുള്ളിൽ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ സ്നേഹിക്കുന്ന പെണ്ണ് അവര് നഷ്ടപ്പെടും. പക്ഷേ നാടകീയമായ സംഭവ വികാസങ്ങൾക്കൊടുവിൽ 5 മണിക്കുള്ളിൽ തന്നെ അവരെല്ലാം കിട്ടുന്നു. ത്രെഡ്. എന്റെ ഉമ്മ, ഈ ത്രെഡ് തൊണ്ടേ കുടുങ്ങിയിട്ട് എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല. ഇതല്ല നേരെ സിനിമന്റെ കഥ ആണോ? പിന്നല്ലാണ്ട് ഓന്റെ ഒരു ത്രെഡ്. അതൊക്കെ പുരികൻ ത്രെഡ് ഞാൻ മാത്രമല്ല അറിയും. കുട്ടിക്കാലത്ത് ഞമ്മള് കാണുമ്പോ ഇവന് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇവ എന്ത് കണ്ട് പേടിച്ചാ? ഓനൊന്നും കണ്ട് പേടിച്ചതല്ലേ, ഓനെ ന്യൂ ജനറേഷൻ കടിച്ചതാ. ഞമ്മളൊന്ന് ഔസേപ്പേട്ട ചായക്കട വരെ പോയിട്ട് വരേ. അല്ല, നിങ്ങൾ കേറി കുത്തിരിക്കുന്നില്ല, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാ. ഞമ്മളതിന് പോകുന്നില്ലല്ലോ. നമ്മളിനി ഇവിടെയാണ് താമസം. മോനെ, ഇതൊന്ന് പിടി മോനെ. നമ്മളിനി വേറെ എവിടെ പോവാനാണ്? ഉണ്ടായിരുന്ന പൊരയും പറമ്പും വിറ്റിട്ടല്ലേ നമ്മൾ സൗദിയിൽ പോയത്. ഓളും കുട്ടികളും ആണെങ്കിൽ
ഓളെ പൊരയിലുമാണ്. പഠിച്ചോനെ ഓലിനി പെടിയാ കൂടുന്ന്. പണി പാളിയല്ലോ ഉമ്മ. ഈ മനുഷ്യനെ കൊണ്ട് ഇനി ഇടങ്ങേറാവല്ലോ. കിളി പോയി. ഉമ്മാന്റെ കിളി പോയി. ഒലക്ക ഒടുക്കത്തെ നിതാക്കത്തോണ്ട് ഞമ്മള് കുടുങ്ങിന്ന് പറഞ്ഞാ മതിയല്ലോ പഠിച്ചോനെ. ആ, കേരളത്തിലെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം തമിഴന്മാരാണെന്ന് പണ്ട് വിജയമാഷ് പറഞ്ഞിട്ടുണ്ട്. അല്ലടോ, നമ്മളെ പഠിപ്പിച്ച വിജയമാഷല്ല, ഇത് എം.എൻ. വിജയൻ. ഇപ്പൊ തമിഴന്മാർക്ക് പകരം മറ്റ് സംസ്ഥാനക്കാരായി. ഗൾഫിലൊക്കെ എന്താ സ്ഥിതി? അവിടെയൊക്കെ നമ്മുടെ മലയാളികളല്ലേ കൂടുതലും. സ്വന്തം നാട്ടിലെ കൃഷിയിടങ്ങളിൽ പണിയെടുക്കാൻ കഴിയാത്തവര് അന്യനാട്ടിൽ പോയി പൊരുവേലത്ത് അധ്വാനിക്കാൻ തയ്യാറായി. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം കേരളത്തിലെ ഹലോ ഹലോ കട്ടായല്ലോടോ മൂസ. കട്ടാക്കിയതേക്കും പാലട്ടാ. നിങ്ങളെ മൈതാന പ്രസംഗം കേൾക്കാൻ കാത്തിക്ക് ഓനാടെ. നിങ്ങൾക്ക് വേറെ പണി തുറയില്ലാത്ത നോക്കണ്ട, ഓർക്കൊക്കെ പണിൻ്റെ ആടേ. പ്രശംസിക്കാന്ന് വിചാരിക്കില്ലെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ആ പറയ്. നിങ്ങൾ മഹാ കത്തിയട്ടോ, പറയാണ്ടൊക്കെ വയ്യ. ഞാനൊരു സത്യം പറയുമ്പോൾ മൂസക്കത് കത്തിയായിട്ട് തോന്നും. എനിക്ക് മാത്രമല്ലെന്ന് നാട്ടുകാർ മുഴുവൻ പറയും നിങ്ങൾ കത്തിയാന്ന്. സത്യല്ലേ? ആ അത് പോട്ടെ. ആ നിന്റെ ഏട്ടൻ വന്നല്ലോ സൗദിന്ന്. എന്താ മൂപ്പര പ്ലാൻ? ഞാൻ നയിച്ചുണ്ടാക്കുന്നതിന് ഒരു വീതം ഓനും കൊടുക്കും. ഓന്റെ ചോര നീരൊക്കെ പറ്റിക്കണെന്ന്. കത്തുന്ന മണ്ണ് കടത്തില്ല അന്ന് പണിയെടുക്കണത്. കറുത്ത് കരിമുട്ടി പോലെ അയക്കണിപ്പോ. പെണ്ണുങ്ങൾക്ക് പോണ തൊട്ട് കണ്ണ് ഇതാ. മുടി വെളുത്തവർക്ക് ഡൈൻ ചെയ്യാ. മൂസാക്ക് ഏട്ടനൊരു ബാധ്യത ആവില്ലേ? 2 മക്കളുള്ളതല്ലേ? ഓൻ എന്തെങ്കിലും ഒരു ആയാസില്ലാത്ത പണിയാക്കി കൊടുക്കണം. ബാലേട്ടനൊന്ന് മനസ്സ് വെച്ചാൽ നടക്കൂ. മൂസ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവനല്ലേ? പിന്നല്ലാണ്ട് നമ്മളെ കണ്ടറിയില്ലേ നമ്മൾ പിന്നോക്കാന്ന്. മുന്നോക്കം പോണ ശീലം ഞമ്മക്കില്ല. എത്ര നയിച്ചുണ്ടാക്കിയാലും മുന്നോക്കം നമ്മൾ പോവില്ല. ഈ കയറ്റത്തിന്റെ മോള് നിർത്തിയ വണ്ടി പോലെയാ, ഊരിങ്ങോട്ട് പോരൂ. സൗദിയിൽ നിന്ന് മടങ്ങുന്നവർക്ക് പിന്നോക്ക വികസന കോർപ്പറേഷൻ കുറഞ്ഞ പലിശയ്ക്ക് വായ്പ കൊടുക്കുന്നുണ്ട്. 3% പലിശയ്ക്ക് 10 ലക്ഷം വരെ കിട്ടും. അതുകൊണ്ട് ഏട്ടൻ എവിടെയെങ്കിലും ഒരു ചെറിയ ബിസിനസ് തുടങ്ങാമല്ലോ. അത് നല്ലതാ. ഓനൊരു കരുക്ക് പറ്റിയാല് ഓളെയും കുട്ടികളെയും കൊണ്ട് ഓൻ വേറെ താമസാക്കൂ. എന്റെ പെണ്ണുങ്ങളെ മുഖം ഇപ്പൊ കടന്നിലെത്തിയ മാതിരിയാ. എന്റെ എത്തിരി പോന്ന പൊരയിലല്ലോ ഓനും താമസിക്കണത്. എന്നാ പിന്നെ മൂസ ഏട്ടനെയും കൂട്ടിപ്പോയി പിന്നോക്ക വികസന കോർപ്പറേഷനിൽ ലോൺ എടുക്കാൻ നോക്കാം. വൈകണ്ട, അപേക്ഷകർ ഒരുപാടുണ്ടാവും. അല്ല വാലേട്ടാ, ഈ മുന്നോക്ക വികസന കോർപ്പറേഷൻ സ്ഥാനം ഉണ്ടല്ലോ, അതിനൊരു ചെയർമാനും ഉണ്ട്. നമ്മുടെ ബാലകൃഷ്ണപിള്ള സാറേ, ഞാൻ പത്രത്തിൽ വായിച്ചാ. ആ എന്തിത്തെ സ്ഥാനത്? അല്ല ഈ മുന്നോക്കക്കാരനെ എങ്ങോട്ട് വികസിക്കാനാ? അല്ല നമ്മൾ അറിയാറ്റ് ചോദിക്കുകയാണേ. അതെനിക്കും അറിയില്ലല്ലോ മൂസ. ബാലകൃഷ്ണപിള്ളയോട് തന്നെ ചോദിക്കാം. പിന്നെ ഞങ്ങൾക്ക് മീനെടുക്കാം. ഞങ്ങളിന്ന് ബീഫാക്കി. അത് ശരി, അപ്പൊ കൊളസ്ട്രോൾ ഫ്രീ. എന്നാ പിന്നെ ഞങ്ങളെ കൊളസ്ട്രോൾ പരിപാടി നടക്കട്ടെ, നമ്മള് പോണ്. പഠിച്ചോനെ, ഇനിയിപ്പോ ഒരു ലോണ് കിട്ടണമെങ്കിൽ ആരൊക്കെ കാല് പോയി പിടിക്കണാവോ? ഓ ചായ തരാം, നീ വായ അടച്ചു പിടിക്കും. ലോൺ പാസ്സാക്കിയിട്ട് ഇപ്പൊ അവന്റെ ഒരു ഉഷാറ് കണ്ടില്ലേ? 10 ലക്ഷം എന്ന് പറഞ്ഞ എത്രയാ? 10 ലക്ഷം തന്നെ 10 ലക്ഷം വായ്പ അല്ലേ ഔസേപ്പേട്ട, വെറുതെ കിട്ടിയതല്ലോ. എന്നാൽ ലക്ഷം അല്ലാതാവോ ബാല? നാളെ എത്രയാ ഞാനിവിടെ ചായ അടിക്കാൻ തുടങ്ങിയിട്ട്? ലക്ഷം പോയിട്ട് 10,000 രൂപ തികച്ച് ഞാൻ കണ്ടിട്ടില്ല. ആട്ടെ, കിട്ടിയത് കൊണ്ട് താനിപ്പോ എന്ത് ചെയ്യാനാ പരിപാടി? കിട്ടിയത് കൊണ്ട് പുട്ടടിച്ച് കഴിയാനാ തീരുമാനിച്ചേ. രാവിലെ വരും പുട്ടടിക്കും, ഉച്ചക്കും പുട്ട്, രാത്രിയിലും പുട്ട്. അങ്ങനെ ആഴ്ച തീരും വരെ പുട്ടടിച്ച് മരിക്കും. എന്തേ 3 നേരം പുട്ടടിക്കാൻ നീ ആരാ പുട്ടുറുമീസ? ഇന്റെ ഔസേപ്പേട്ട, ഈ നാട്ടിൽ നിന്നാ മേലനങ്ങി പണിയെടുക്കാൻ തോന്നുന്നു. അതിന് നമ്മൾ നാട് വിട്ടു പോണം. അല്ല, ഞാൻ കിട്ടിയ 10 ലക്ഷം കൊണ്ട് സ്വന്തമായൊരു സംരംഭം തുടങ്ങി വിചാരിച്ചോളൂ. ഒരൊറ്റ മലയാളി ഉണ്ടാവില്ല അവിടെ പണിയെടുക്കാൻ. പണ്ട് തൊഴിലല്ലെങ്കിൽ ജയിലെന്ന് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചിരുന്നു. ഇപ്പൊ ഒരു മലയാളിക്കും തൊഴിലെടുക്കാൻ താല്പര്യമില്ല. ജയിലിൽ പോയാലും എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാനുള്ള മാർഗങ്ങളാ നോക്കുക. അധ്വാനിക്കാനായിട്ട് ആ കൈ ഉയർത്തുകയില്ല, എന്നാൽ മറ്റുള്ളവരെ തല്ലാനായിട്ട് നല്ലോണം ഉയരുകയും ചെയ്യും. മനുഷ്യന്റെ കൈകൾ കരിമ്പാറ പൊട്ടിച്ചുടയ്ക്കുന്ന കൈകൾ. മനുഷ്യന്റെ കൈകൾ കരിമ്പാറ പൊട്ടിച്ചുടയ്ക്കുന്ന. കൊറേ നേരമല്ല കൈ പോലും കഴുകാതെ തിന്നാൻ തുടങ്ങിയിട്ട്. ഈ കൈ എന്തിനുള്ളതാണോ? ഈ കൈ കൊണ്ട് വല്ലപ്പോഴും കാശ് കൊടുത്തിട്ടുണ്ടോ?
അരിപ്പുട്ട് പൊട്ടിച്ചുടയ്ക്കുന്ന കൈകൾ, ഉഴച്ചിട്ട ചോറിൽ പുളയ്ക്കുന്ന കൈകൾ, നെയ്ച്ചോറു തിന്നാൻ കൊതിക്കുന്ന കൈകൾ, മനുഷ്യന്റെ കൈകൾ, മനുഷ്യന്റെ കൈകൾ. ഓ, അയാൾക്കെന്താ തിന്നാൻ കൊടുക്കുക അവസ്ഥപ്പെട്ട? വിശന്നിട്ടായിരിക്കും. വിശന്നാ ചിലവരിന്ന് പിച്ചും പേയും പറഞ്ഞോണ്ടിക്കോ. ചെല്ലേണ്ട ചെന്നാണ്ട് ശരിയായിക്കോളും. നിന്റെ അണ്ണാക്കിലേക്ക് തള്ളുന്ന കൈകൾ. മൂത്താപ്പ വരുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ കുട്ടികൾ എത്ര സന്തോഷെന്നറിയോ? അത് വാങ്ങിത്തരും ഇത് വാങ്ങിത്തരും എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾ എത്ര കൊതിച്ച് നിങ്ങൾക്കറിയോ? എന്നിട്ട് മണ്ണ് കേറിയതോ ഉടുതുണിക്ക് മറുതുണിയും കൂടി ഇല്ലാണ്ട് എന്നിട്ട് ഓൾക്ക് ഇപ്പൊ 10 ലക്ഷം കിട്ടിയില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ഒരു 5ന്റെ പൈസ നിങ്ങൾക്ക് തന്നോ? ആ ലോൺ ഒപ്പിച്ചോടുക്ക നിങ്ങൾ ഉപ്പ എത്ര കഷ്ടപ്പെട്ട്, നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് വല്ല കാര്യം ഉണ്ടായിനോ മനുഷ്യ? ആരാന്റെ കായല്ലേ പാത്തു? അത് കണ്ട് ഞമ്മള് പനിച്ചിട്ടെന്താ? അത് പാരാനായി മക്കളെ. മൂപ്പര് തെണ്ടി നടക്കുന്നോലെ മാരി ഇവിടെ കേറി വന്നപ്പോ സ്വന്തക്കാരെ എന്തൊക്കെയായിരുന്നു മൂപ്പര് ഇങ്ങോട്ട് വരുന്നെന്ന് കേട്ടപ്പം ചുമ്മാ തോട്ടില് വെള്ളം ഒഴുകുന്നേ, മീൻ പിടിക്കുന്നേ. എന്ത് മീനാണ് പിടിച്ചേ? ഒരല്. എന്നിട്ട് ബൈക്കടിച്ച് വീണന്റെ ഉപ്പ. എന്നിട്ട് മൂത്താപ്പ ചാടി പിടിച്ച് ഓലക്കന്റെ മൂട്. നിങ്ങളൊക്കെ എന്തിനു കൊള്ളാം മനുഷ്യ. വെറുതെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. പാത്തു അന്റെ ബെടക്ക് സ്വഭാവം എനിക്ക് പിടിക്കില്ലട്ടോ. നിങ്ങളെ സ്വഭാവം പേരുത്ത് പിടിക്കുന്നുണ്ട്. അനക്കെന്താണ്ടി മാണ്ട്? ഈ ബാട വീട്ടിൽ നമ്മൾ എത്ര കാലായി? ഒരു പൊര വാങ്ങിക്കൂടെ ഞമ്മക്ക്? ഞമ്മള് മോളെ കെട്ടിക്കാനായില്ലേ? ഈ മീൻ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാണ്ടിലോർ ഇടിച്ച് നിങ്ങൾ മയ്യത്തായാലോ? നാളെ വെളി ആര് നോക്കൂ? നിങ്ങൾ മയ്യത്താകുന്നതിന് മുമ്പ് വെളി ഒരാളെ കയ്യിൽ ഏൽപ്പിക്കണ പൈസ എത്ര മാണെന്നാ? എന്റെ കരുനാക്കൊണ്ടൊന്നും പറയല്ലേ പാത്തു. എടി പൊര നന്നാക്കാനും മോളെ കല്യാണം കഴിപ്പിക്കാനല്ലേ ഞമ്മൾ ഈ പെടാപ്പാട് പെടുന്നത്. അതെന്താ എന്റെ കണ്ണുപെടാത്ത? അതിന് ഞാനൊന്ന് ചോദിക്കട്ടെ. ഇജ്ജ് 1 or 2 ചോദിക്കി. അതാണല്ലോ എന്റെ പണി. ഞമ്മൾ ഒരു പൊര വാങ്ങാൻ ലോൺ എടുക്കാന്ന് വിചാരിക്കി. എത്രയാ പൈസ? 10%. നിങ്ങളെ കാക്കയ്ക്ക് എത്ര റുപ്യ കിട്ടി? 10 ലക്ഷം. അതിനെത്രയാ പൈസ? 3%. അന്നപ്പ നാട്ടിൽ നിൽക്കുന്നതാണോ സൗദി പോയി വരുന്നാണോ ലാഭം? നിന്റെ പഠിച്ചോനെ പാത്തുമ്മ എന്റെ തല നിറച്ച് ബുദ്ധിയാണിട്ടാ. ഇത് ബെയിൽ വിളിക്കരുതേ. അപ്പൊ സമ്മയിച്ച് മക്കളെ, ഞങ്ങൾ ഉപ്പ സമ്മയിച്ച് ഞമ്മള അത്യാവശ്യങ്ങളൊക്കെ നടക്കാൻ പതേ ഒരു വഴിയുള്ളൂ. വേറൊരു വഴിയുണ്ട്. ഇങ്ങോട്ട് വാ. ഇവിടുന്ന് നേരെ നടന്ന ബസ് സ്റ്റോപ്പ് എത്തും. ആടുന്ന് നരിക്കുനിക്ക് ബസ് കിട്ടും. അതിന്റെ പുറയിലേക്കുള്ള വയ്യല്ലേ? അതന്നെ ഞമ്മള് പറഞ്ഞ വഴി. ഞാൻ പറയുന്നൊന്ന് കേക്കി. പിന്നോക്ക വികസന കോർപ്പറേഷൻ ഉള്ളിടത്തോളം കാലം ഞമ്മള് പേടിക്കണ്ട. നിങ്ങൾ സൗദിയിൽ പോയിട്ട് തിരിച്ചു വരിക. 3% പലിശക്ക് നിങ്ങൾക്ക് ലോണ് കിട്ടിയേ. നിങ്ങളെ കൈ കിട്ടിയേക്കേ. ഞമ്മക്ക് പോരാ, കുട്ടീനെ ഞമ്മക്ക് നിക്കാഹ് കഴിപ്പിച്ച് വിടാ. ഓന് സിനിമ പിടിക്ക. എന്തൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെ വിമാനത്തിലേക്ക് ഇങ്ങോട്ട് കേറി. കുത്തിരുന്നോ? കുത്തിരിക്കേ. മക്കളെ വരി, പാപ്പ വിമാനത്തിൽ കയറിക്ക്. ഇങ്ങനെ ഡ്രൈവർ വന്നിട്ടോ വിമാനം ഇങ്ങനെ പറക്കാട്ടോ. പറന്ന് പറന്ന് പറന്നത് അപ്പുറത്ത് കൊറേ മണലൊക്കെയുള്ള സ്ഥലത്ത് സൗദി സ്റ്റോപ്പ് എഴുതിയില്ലേ? കണ്ടില്ലേ? ഇറങ്ങിക്കോളി, ഇറങ്ങിക്കോളി. അമ്മായി ചുട്ടത് മരുമോനക്കായി എന്ന് പറയുന്നുണ്ടല്ലോ. അത് നമ്മുടെ ഉന്നക്കായ പോലുള്ള വലുതാണോ? പറഞ്ഞോണം അമ്മായി ചുട്ടക്കായ എന്താണ്? നിങ്ങൾ ഈ പറഞ്ഞ ഗ്ലോബലൈസേഷൻ ഉണ്ടല്ലോ വലേട്ടാ, അത് നമുക്ക് ഭയങ്കര അടങ്ങറാട്ടോ വയറ്റിന്. എന്നും ഈ ഓണക്ക അടകൊണ്ട് മാത്രം ഞങ്ങൾ ന്യൂ ജനറേഷന്റെ ടേസ്റ്റിനെ തളച്ചിടാൻ കഴിയില്ല. ഈ കല്യാണ പോരിലേക്കാ? കല്യാണ പോരിലേക്കോ? പ്രസന്റേഷൻ ഒക്കെ ഉണ്ടല്ലോ. അത് പ്രസന്റേഷൻ അല്ല, ഇത് ചില പലഹാരങ്ങളാ. സം ടേസ്റ്റി സ്നാക്സ്. തനിക്കിപ്പോ എന്താ വേണ്ടേ? എനിക്കു കടി വേണം. എന്റെ രസമുകുളങ്ങളെ ത്രസിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം. അയ് നിങ്ങൾ ചൂടായിട്ട് കാര്യല്ല. ആവി ചൂടാണോ? വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം. കണ്ടാലൊരു കോലം ഇടിവെട്ടി തിളങ്ങണ നേരം, ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം. അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ. അയ്യോ വെറും പാവം ഇവൻ MIT മൂസ, ഇവൻ MIT മൂസ, ഇവൻ MIT മൂസ. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം.
അതുപോൽ നടുവൊടിഞ്ഞവനും കുമ്പാള പരുവത്തിലായി പാവം കൂനിന്മേൽ കുരുപോലായി കടം കൊടുത്തൊടുവിൽ മുടിഞ്ഞവനായി ചെന്നിയുടെ ശകടവുമായി ഇവൻ പല വഴി അലയുകയായി പാപി ചെല്ലുന്നൊരിടമോ പാതാളം പോലെ അടവുകൾ മിനുക്കി തട്ടിത്തപ്പും അതിശയൻ MIT മൂസ ഇവൻ MIT മൂസ വല്ലാത്തൊരു ലോകം പിടിവിട്ടു പറക്കണ കാലം പൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം അരവയർ നിറക്കാൻ കുടുകുടു ശകടം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല ഒരു മുഴം നാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതപ്പും അതിശയൻ MIT മൂസ ഇവൻ MIT മൂസ MIT